എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, കാരണം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചും നമ്മൾ ഇവിടെ കേരളത്തിൽ IPO ചെയ്ത കമ്പനികളെ കുറിച്ചും ഒക്കെ കൂടുതൽ കേൾക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാം. ഫോറക്സ് ട്രേഡിങ്ങും ഇപ്പൊ ഭയങ്കര ട്രെൻഡായിട്ട് വരുന്നുണ്ട്. ഡോളറിന് വില കൂടുന്നതും വില ഇടിയുന്നതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആളുകൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. പക്ഷെ ഈ ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ അതെന്തോ ഒരു ഡിജിറ്റൽ കോയിൻ അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ ഇത് കാണാൻ പറ്റുന്നില്ല, നമ്മൾക്ക് തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാം തൊട്ട് നോക്കി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആഗ്രഹമുള്ളവരാണല്ലോ. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ക്രിപ്റ്റോയ്ക്ക് നമ്മുടെ നാട്ടിൽ അത്ര ഒരു സ്വീകാര്യത വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇക്കാര്യൊരു അഭിപ്രായം എന്താണ് അതില്? അല്ല, അത് ഇവിടെ സ്വീകാര്യത അല്ലാത്ത നോക്കണ്ട. പക്ഷെ എന്നാലും ഇന്ത്യയിലെ കണക്കിനെ വെച്ചിട്ട് ഇന്ത്യയിൽ നല്ലൊരു പെർസെൻറ്റേജ്, ഒരു 10 കോടിയോളം ആൾക്കാർ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് അങ്ങനെയാണ്. അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ക്രിപ്റ്റോ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ അത്രയുണ്ട്. ഇന്ത്യയിൽ തന്നെ 10 കോടിയിലധികം ജനങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്രിപ്റ്റോന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്ത ആൾ ചിലപ്പോൾ ഒരു 1 ഇയർ കൊണ്ടോ അല്ലെങ്കിൽ 2 ഇയർ കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ബുൾ മാർക്കറ്റിലൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ 1 കോടിയോ 10 കോടിയോ ഒക്കെ ആവാൻ ചാൻസ് ഉള്ള ഒരു മാർക്കറ്റാണ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ. അതിന്റെ പൊട്ടൻഷ്യൽ അത്രയുണ്ട്. അപ്പോൾ അതാണ് ക്രിപ്റ്റോനെ ബാക്കിയുള്ളതായിട്ട് വ്യത്യസ്തമാക്കുന്നത്.